സ്വാഗതം എഡീസ് ചവറിലേക്ക്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബൂ ഉബൈദ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരുടേതാണ് പ്രഖ്യാപനം. അബൂ ഉബൈദയെ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഈ ആക്രമണത്തിൽ അബൂ ഉബൈദ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമം ഊർജിതമാക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 88 പേരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 7 പേർ പട്ടിണി മൂലവും മരിച്ചു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, അബൂ ഉബൈദ കൊല്ലപ്പെട്ടോ എന്നതിലൊരു സ്ഥിരീകരണം വന്നോ? ദിവ്യ, ഔദ്യോഗികമായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നെതന്യാഹുവും രണ്ടുപേരുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അബൂ ഉബൈദ കൊല്ലപ്പെട്ടതായി. പക്ഷെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിലാണ്, ഗസ സിറ്റിയിലായിരുന്നു അബൂ ഉബൈദ താമസിച്ചിരുന്നത്. പിന്നിട്ട് 23 മാസങ്ങളിലധികമായി ഹമാസിന്റെ സൈനിക ബ്രിഗേഡിന്റെ എല്ലാ പ്രതികരണങ്ങളും നടത്തിയിരുന്നത് അബൂ ഉബൈദയാണ്. അതുകൊണ്ട് അറബ് ലോകത്തും പുറത്തും വലിയ തോതിലുള്ള ഒരു പിന്തുണ അബൂ ഉബൈദയ്ക്ക് ലഭിച്ചിരുന്നു. അത്രയും ശക്തമായി തന്നെ ഈ ചെറുത്തുനിൽപ്പും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നത്, അതും ആവേശകരമായിട്ടുള്ള ഒരു സ്വരത്തോടു കൂടി അവതരിപ്പിക്കുകയും മുഖാവരണത്തോടു കൂടി മാത്രമായിരുന്നു അബൂ ഉബൈദ ഇത്തരം ഘട്ടങ്ങളിലൊക്കെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദയെ തങ്ങൾ വകവരുത്തുക എന്നത് ഇസ്രായേലിന്റെ തുടക്കം മുതലുള്ള ഒരു ലക്ഷ്യമായിരുന്നു. കാരണം അറബ് ലോകത്ത് പോലും വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത, കുട്ടികൾക്കിടയിൽ പോലും അബൂ ഉബൈദ നേടിയെടുത്തിരുന്നു. ആ സ്വരവും ആ പ്രതികരണ രീതിയും ഒക്കെ പിൻപറ്റാനും അത് അനുകരിക്കാനും പോലും അറബ് ലോകത്തും പുറത്തും വലിയ തോതിലുള്ള ഒരു ജനസാമാന്യം രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ഈ ചെറുത്തുനിൽപ്പിന്റെ അതിശക്തമായിട്ടുള്ള ഒരു നാവായിട്ടും ജിഹോയായിട്ടും പ്രവർത്തിക്കാൻ അബൂ ഉബൈദക്ക് പിന്നിട്ട മാസങ്ങളിലൊക്കെ സാധിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ അബൂ ഉബൈദ തങ്ങളുടെ ടാർഗറ്റിലുണ്ട്. അദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങൾ മുമ്പും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന ഈ ആക്രമണത്തിൽ അബൂ ഉബൈദ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആദ്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് നെതന്യാഹുവും ആ പ്രതികരണം പങ്കുവയ്ക്കുകയുണ്ടായി. തങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഈ ഇന്റലിജൻസ് വിവരം തങ്ങൾക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗസ സിറ്റിയിലെ താമസിച്ചിരുന്ന പാർപ്പിടത്തിൽ വെച്ച് അബൂ ഉബൈദയെ തങ്ങൾ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇസ്രായേലി മാധ്യമങ്ങളും വലിയ തോതിൽ തന്നെ ഈ വാർത്തയെ, ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്ന അർത്ഥത്തിലാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഇതൊക്കെയും നൽകുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കണമെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. അത് ഇതുവരെയും ഹമാസിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം വന്നിട്ടില്ല. കാരണം നേരത്തെ തന്നെയും ഹമാസിന്റെയും അൽ ഖസാം ബ്രിഗേഡിന്റെയും തലമുതിർന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയും ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് വധിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും ഇത്തരം വധങ്ങളൊന്നും തന്നെ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെയോ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയോ ഒരു നിലക്കും ബാധിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദയുടെ പിന്നെ ഈ ഒരു രക്തസാക്ഷിത്വം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇനി ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അത്തരമൊരു സംഭവം ഇസ്രായേൽ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എന്തായാലും അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, പിന്നെ പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കത്തോടു കൂടി തന്നെയാണ് അബൂ ഉബൈദയുടെ ഈ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേലിന്റെ അവകാശവാദത്തെ ലോകം നോക്കിക്കാണുന്നത്. അതോടൊപ്പം ഹൂതി പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ശക്തമായ മുന്നറിയിപ്പ് നൽകും എന്നാണോ ഹൂത്തികൾ ഇസ്രായേലിന് നൽകുന്ന ഒരു താക്കീത് മുന്നറിയിപ്പും? ദിവ്യ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഏതാനും മന്ത്രിമാരും കൊല്ലപ്പെട്ടതായിട്ട് ഇന്നലെ വൈകിട്ടാണ് ഹൂത്തി നേതൃത്വം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുടർന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണവും ഹൂത്തി വിഭാഗം നടത്തുകയുണ്ടായി. ഇന്നും ഹൂത്തിയുടെ പ്രധാന നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ഏത് നിലയ്ക്കും തങ്ങളുടെ കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ തുടർന്നുകൊണ്ടിരിക്കും. ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ, അതിൽ യാതൊരു നിലക്കും തങ്ങൾ പുറകോട്ട് പോവുകയില്ല. തങ്ങൾ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചടിയായിട്ട് തങ്ങൾ അതിനെ കാണുന്നില്ല. അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള, ഒരു പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഹൂത്തി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നത് രഹസ്യമായിട്ടുള്ള ഒരു ഭൂഗർഭ കേന്ദ്രത്തിലാണ്. അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഏത് ഘട്ടത്തിലും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് വളരെ കടുത്തൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ
ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തികച്ചും രഹസ്യമാക്കി വെക്കുകയും വളരെ 1-2 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് മന്ത്രിമാരെ പോലും ആ സങ്കേതത്തെക്കുറിച്ച് വേദിയെക്കുറിച്ച് വിവരം കൈമാറിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വത്തെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഹൂത്തുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഹമാസിൻ്റെ മറ്റു നേതാക്കളെയും ലോകത്തിൻ്റെ പല കോണുകളിലുള്ള ഹമാസിൻ്റെ നേതാക്കളെയും വധിക്കുമെന്ന് ഇന്ന് വീണ്ടും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ പദ്ധതികളും തങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത തിരിച്ചടി അല്ലെങ്കിൽ ഹമാസിന് നൽകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം. ഗസ സിറ്റിയിൽ മാത്രം അത് പരിമിതപ്പെടുകയില്ല, മറ്റ് പ്രദേശങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി ഈ ആക്രമണത്തിൻ്റെ ദിശ തങ്ങൾ മാറ്റുന്നതായിക്കൊണ്ട് ഇന്ന് പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദിവ്യ, ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം ഗസയിലുടനീളം യാതൊരായവും ഇല്ലാതെ തന്നെ തുടരുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ ഈ ഒരു പകൽ മാത്രം 83 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതിൽ 33 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് പട്ടിണി കൊല എന്നത് വലിയൊരു ആയുധമായിട്ട് തന്നെ ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കുകയാണ്. ഇസ്രായേൽ മാത്രമല്ല, ഈ ഒരു ഭക്ഷണ വിതരണ സംവിധാനത്തിൽ കൂടെ ചേർന്നിരിക്കുന്ന അമേരിക്കയും ഈ പട്ടിണിക്കൊല പിന്നിട്ട ആഴ്ചകളായി തുടരുന്ന ഒരവസ്ഥയിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലും ഈ പട്ടിണിക്കൊല ആസൂത്രിതമായിട്ടുള്ള ഈ വംശഹത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കുന്നതെന്നാണ് ഇന്ന് ഈ 32 പേരുടെ വധം കൂടി വെളിപ്പെടുത്തുന്നത്. ഗസ സിറ്റിയിലാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നു. താൽക്കാലിക ടെന്റുകൾക്ക് നേരെ ആക്രമണം നീക്കുന്നു. ഒരു 10 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരാണ് ഈ ഗസ സിറ്റിയുടെയും പരിസര പ്രദേശങ്ങളിലും തങ്ങുന്നത്. അവരെ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പുറന്തള്ളുക എന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ട. തെക്കൻ ഗസയിലേക്ക് ഇവരോട് പലായനം ചെയ്യാനാണ് നിർബന്ധിക്കപ്പെടുന്നത്. അങ്ങനെ ഈ പലായനം ചെയ്യുന്ന ആളുകൾക്ക് നേരെയും വ്യാപകമായ തോതിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ തങ്ങൾ ഈ ഗസ സിറ്റി വിട്ടുപോകാൻ ഒരുക്കമല്ല എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ആയിരങ്ങൾ ഇപ്പോൾ പോലും ഗസ സിറ്റിയിൽ തങ്ങുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പോകാൻ ഒരു ഇടം കൂടി, സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു ഇടം കൂടിയില്ല. അൽമവാസി നേരത്തെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രമാണെന്ന് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചവർക്ക് നേരെയും പിന്നിട്ട ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തെക്കൻ ഗസയിലേക്കുള്ള പലായനം എന്നത് ഒരു പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് തന്നെ തങ്ങളെ പുറന്തള്ളാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പലസ്തീൻ ജനതയ്ക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പിന്തിരിഞ്ഞു പോകാതെ ഈ ആക്രമണം പേടിക്കാതെ അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ആയിരങ്ങൾ. അവിടത്തേക്കുള്ള ഭക്ഷ്യ സംവിധാനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ള വിതരണം തങ്ങൾ വിലക്കുമെന്ന് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതിയും കുടിവെള്ളവും പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചുകൊണ്ട് ഈ ഗസ സിറ്റിയെ പിടിച്ചടക്കുക എന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതിയിലേക്ക് തന്നെയാണ് ഈ ഇസ്രായേൽ സേന നീങ്ങുന്നത്. അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ അന്തർദേശീയ തലത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്നും വൻതോതിലുള്ള പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഒരു ഫ്ലോട്ടില സമാധാനവും നിർദ്ദേശവുമായിക്കൊണ്ട് ഇന്ന് സ്പെയിനിൽ നിന്ന് ഗസയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനെയും തടയുമെന്നാണ് ഇസ്രായേൽ നേതൃത്വം അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. ദിവ്യ, ഹമാസ് സൈനിക വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഹമാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും ശക്തമായ ആക്രമണം തന്നെയാണ് ഗസയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടുവരുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയ്ക്ക് കുവൈറ്റിന്റെ കൂടുതൽ സഹായം. 10 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി 6ാമത്തെ കുവൈറ്റ് ദുരിതാശ്വാസ വിമാനം ഈജിപ്തിലെ അൽ അരീഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. ഇവിടെ നിന്ന് സഹായ വസ്തുക്കൾ റോഡ് മാർഗം ഗസയിലെത്തിക്കും. ഗസയിലേക്ക് ഒരു മാസത്തിനിടെ കുവൈറ്റ് അയക്കുന്ന 6ാമത്തെ ദുരിതാശ്വാസ സഹായമാണിത്. നേരത്തെ ഈജിപ്തിലേക്ക് 2ഉം ജോർഡനിലേക്ക് 3ഉം വിമാനങ്ങളിലായി 80 ടൺ ഭക്ഷ്യവസ്തുക്കൾ കുവൈറ്റ് അയച്ചിരുന്നു. സാമൂഹികകാര്യ, വിദേശകാര്യ, പ്രതിരോധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് സഹായ കൈമാറ്റം ഏകോപിപ്പിക്കുന്നത്. UAE-യിൽ നാളെ മുതൽ പെട്രോൾ വിലയിൽ നേരിയ വർധന നിലവിൽ വരും. എന്നാൽ ഡീസൽ വില കുറയും. രാജ്യത്ത് പെട്രോൾ ലിറ്ററിന് 1 ഫിൽസ് കൂട്ടിയപ്പോൾ ഡീസൽ ലിറ്ററിന് 12 ഫിൽസ് കുറച്ചു. പുതിയ നിരക്കനുസരിച്ച് സൂപ്പർ പെട്രോളിന് 2 ദിർഹം 70 ഫിൽസാണ് ഈടാക്കുക. ഓഗസ്റ്റിൽ 2 ദിർഹം 69 ഫിൽസ് ആയിരുന്നു നിരക്ക്. സ്പെഷ്യൽ പെട്രോളിൻ്റെ വില 2 ദിർഹം 57 ഫിൽസിൽ നിന്ന് 2 ദിർഹം 58 ഫിൽസായി.
E+ വിഭാഗം പെട്രോളിന് 2 ദിർഹം 51 ഫിൽസാണ് പുതിയ വില. ഓഗസ്റ്റിൽ 2 ദിർഹം 50 ഫിൽസായിരുന്നു നിരക്ക്. 2 ദിർഹം 78 ഫിൽസ് ഉണ്ടായിരുന്ന ഡീസൽ വില 12 ഫിൽസ് കുറഞ്ഞ് സെപ്റ്റംബറിൽ 2 ദിർഹം 66 ഫിൽസാകും. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില അടിസ്ഥാനമാക്കി UAE ഇന്ധനവില നിർണയ സമിതിയാണ് ഓരോ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്നത്. പുതുക്കിയ ഇന്ധനവിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ എമിറേറ്റിലും ടാക്സി നിരക്കുകളിലും മാറ്റമുണ്ടാകും. മീഡിയ 1 ദുബായ്. അബുദാബിയിൽ റോഡ് ടോൾ ഈടാക്കുന്ന സമയം നാളെ മുതൽ മാറും. സെപ്റ്റംബർ 1 മുതൽ വൈകുന്നേരങ്ങളിൽ 4 മണിക്കൂർ ചുങ്കം ഈടാക്കും. നേരത്തെ 2 മണിക്കൂർ മാത്രമാണ് വൈകുന്നേരം ടോൾ നൽകേണ്ടിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് ചുങ്കം ഈടാക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന പരിധിയും നാളെ മുതൽ ഒഴിവാക്കും. അബുദാബിയിലെ ദർബ് റോഡ് ടോൾ സംവിധാനത്തിൽ നിലവിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 7 വരെയാണ് ചുങ്കം ഈടാക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ വൈകുന്നേരം 3 മുതൽ രാത്രി 7 വരെ ടോൾ ഈടാക്കും. രാവിലെ 7 മുതൽ 9 വരെ എന്ന നിലവിലെ ടോൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം സ്വകാര്യ വാഹനങ്ങൾക്ക് നിലവിലുള്ള ടോൾ ക്യാപ്പ് എന്ന ആനുകൂല്യം സെപ്റ്റംബർ 1 മുതൽ ഇല്ലാതാകും. ഒരു സ്വകാര്യ വാഹനത്തിന് ദിവസം പരമാവധി 16 ദിർഹം അല്ലെങ്കിൽ മാസത്തിൽ 200 ദിർഹം എന്ന പരിധിയാണ് ഒഴിവാക്കിയത്. ഇതോടെ ടോൾ ബാധകമായ സമയത്ത് കടന്നുപോകുന്ന ഓരോ വട്ടവും 4 ദിർഹം വീതം വാഹനത്തിൽ നിന്ന് റോഡ് ചുങ്കം ഈടാക്കും. എന്നാൽ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ, കുറഞ്ഞ വരുമാനക്കാർ എന്നിവർക്കുള്ള ഇളവുകൾ തുടരും. ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും റോഡ് ചുങ്കമുണ്ടാവില്ല. മീഡിയ 1 അബുദാബി. ദുബായിലെ ജദാഫിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ പുതിയ പെയ്ഡ് പാർക്കിംഗ് സോൺ നിലവിൽ വന്നു. 365C, 365D എന്നിവയാണ് പുതിയ സോണുകളെന്ന് പാർക്കിംഗ് കമ്പനി അറിയിച്ചു. ഇവിടെ വാഹനം നിർത്തിയിടാനുള്ള നിരക്കുകളും കമ്പനി പ്രഖ്യാപിച്ചു. ഈ സോണുകളിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് ഫീസ് ഈടാക്കുക. രണ്ടിടത്തും സാധാരണ സമയങ്ങളിൽ മണിക്കൂറിന് 2 ദിർഹമാണ് പാർക്കിംഗ് നിരക്ക്. തിരക്കേറിയ സമയത്ത് മണിക്കൂറിന് 4 ദിർഹം ഈടാക്കും. 365C സോണിൽ 4 മണിക്കൂർ വാഹനം നിർത്തിയിടാൻ 16 ദിർഹം ഈടാക്കും. 365D സോണിൽ 20 ദിർഹത്തിന് 24 മണിക്കൂർ വരെ വാഹനം പാർക്ക് ചെയ്യാം. കുവൈറ്റിലെ പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം. രാവിലെ 6:30 മുതൽ 9 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയും പ്രവേശനം നിരോധിക്കും. നാളെ മുതൽ 2026 ജൂൺ 14 വരെയാണ് ആദ്യഘട്ട നിയന്ത്രണം ഏർപ്പെടുത്തുക. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് സമയ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. 2026 ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള വേനൽക്കാലത്ത് നിയന്ത്രണം ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. നിയമലംഘനം നടത്തുന്ന ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. മക്ക മദീന ഹറമുകളിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. കഴിഞ്ഞ മാസം മാത്രം എത്തിയത് 5 കോടിയിലേറെ തീർത്ഥാടകരാണ്. റബിയുൽ അവൽ മാസമായതിനാൽ ഇരു ഹറമുകളിലും തിരക്ക് പരിഗണിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീന പ്രവാചക പള്ളിയിലും എത്തിയ വിശ്വാസികളുടെ എണ്ണത്തിലാണ് വലിയ വർധനവ്. കഴിഞ്ഞ മാസം മാത്രം എത്തിയത് 5 കോടി 20 ലക്ഷം വിശ്വാസികളാണ്. മസ്ജിദുൻ നബവിയിൽ മാത്രം 2 കോടിയിലേറെ വിശ്വാസികൾ എത്തി. റൗള ഷെരീഫ് സന്ദർശിച്ചത് 11 ലക്ഷം പേരാണ്. അതേസമയം ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകരിലും വർധനവുണ്ടായി. സീസൺ തുടങ്ങിയത് മുതൽ ഇതുവരെ 25 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു. 10% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഉംറ വിസയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയത് 17 ലക്ഷം തീർത്ഥാടകരുടെ കാര്യത്തിൽ 38% വർധനവുണ്ടായി. ഉംറ വിസകൾ ഇഷ്യൂ ചെയ്യുന്നതിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 33% വർധനയും രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസത്തിന് പിന്നാലെ റബിയുൽ അവൽ പ്രമാണിച്ച് കൂടുതൽ തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഇരുഹറമുകളിലും എത്തുന്നത്. തിരക്ക് പരിഗണിച്ച് പ്രത്യേക സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1 മക്ക. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന യുദ്ധമായ ഖന്തക്കിന്റെ ചരിത്ര പ്രദേശങ്ങളിൽ വികസനം തുടരുന്നു. 1400-ലേറെ വർഷം പഴക്കമുള്ള പള്ളികളും യുദ്ധഭൂമിയും സംരക്ഷിക്കുന്നതാണ് പദ്ധതി. മദീനയിലെ ഖുബ മാതൃകയിലാണ് വികസനം.
ഖന്ദഖ് എന്നാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. ആക്രമിക്കാനെത്തിയ ശത്രുക്കളെ മദീനയിലേക്കുള്ള പ്രവേശന വഴിയിൽ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ചതിനാലാണ് ഖന്ദഖ് എന്ന പേര് വന്നത്. കിടങ്ങിന്റെ അടയാളങ്ങളൊന്നും ഇന്ന് ഖന്ദഖ് പ്രദേശത്തില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായ ആ യുദ്ധത്തിലെ സുപ്രധാന ഭാഗങ്ങളും പ്രവാചകൻ വിശ്രമിച്ച വീടുമെല്ലാം 1400 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഇതുപോലെ മദീനയിലുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസികമായ യുദ്ധമായിരുന്നു ഖന്ദഖ്. അതായത് കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച യുദ്ധം. അത് സംഭവിച്ച പ്രദേശത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പല പള്ളികളും ഭൂമിക്ക് താഴെ നിന്നും കണ്ടെടുക്കുന്നുമുണ്ട്. അഹ്സാബ് യുദ്ധം എന്നും ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നു. വിവിധ ഗോത്ര സഖ്യങ്ങൾ ഒന്നിച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനാലാണ് അഹ്സാബ് യുദ്ധം എന്ന പേര്. അഹ്സാബ് എന്നാൽ ഗോത്രങ്ങളുടെ സഖ്യം എന്നാണ് വ്യാഖ്യാനം. മക്കയിലെ മദീനയിലെ പ്രവാചകന്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ച് അറബ് യഹൂദ ഗോത്രങ്ങൾ ചേർന്ന് മദീനയെ വളയാൻ തീരുമാനിച്ചതോടെയാണ് യുദ്ധത്തിന്റെ തുടക്കം. അന്ന് പ്രവാചക സൈന്യം 3000-ഓളം മാത്രമാണ്. ശത്രു സൈന്യമാകട്ടെ 12,000-ഓളം. ഇരച്ചു കയറിയാൽ മദീന അവർക്ക് മുന്നിൽ കീഴടങ്ങും. ഇതിനിടയിലാണ് സൽമാനുൽ ഫാരിസി എന്ന പ്രവാചകാനുചരന്റെ ആശയമെത്തുന്നത്. കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ നേരിടുക. അതിനായി ഇതുപോലെ മദീനയിലേക്കുള്ള വഴിയിൽ 2.7 കിലോമീറ്റർ നീളത്തിൽ സൃഷ്ടിച്ച കിടങ്ങ്. പട്ടിണിയുടെ കാലത്ത് പ്രവാചകരും സംഘവും അത് പൂർത്തിയാക്കി. ഇതോടെ ശത്രു സൈന്യം ദിവസങ്ങളോളം കാത്തിരുന്നു. ചെറിയ ഏറ്റുമുട്ടലുകളുണ്ടായി. ഇരുപക്ഷത്തുമായി 6 വീതം പേർ മരണപ്പെട്ടു. ഒടുവിൽ പേമാരിയിൽ ശത്രുതാവളം നശിച്ചതോടെ അവർ പിന്മാറി. അന്ന് പ്രവാചകൻ വിവിധ സംഘങ്ങളാക്കി തിരിച്ചാണ് അനുചരർക്കൊപ്പം കിടങ്ങ് പൂർത്തിയാക്കിയത്. അവർ തമ്പടിച്ച സ്ഥലങ്ങളിൽ പിൽക്കാലത്ത് പള്ളികൾ ഉയർന്നു. യുദ്ധത്തിന്റെ വിജയപ്രഖ്യാപനം പ്രവാചകൻ നടത്തിയ സ്ഥാനത്ത് ഇന്നൊരു പള്ളിയാണ്. ഇതുൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ടാണ് പുതിയ പദ്ധതി. മിഷാൽ ചെർപ്പുളശ്ശേരിക്കൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. റൺവേയിൽ ഓടിക്കൊണ്ടിരിക്കവേ സൗദി എയർലൈനായ സൗദിയുടെ ഡോറ് തുറക്കാൻ യാത്രക്കാരന്റെ ശ്രമം. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി. ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലിറങ്ങി റൺവേയിലൂടെ സഞ്ചരിക്കവെയായിരുന്നു സംഭവം. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. നോർക്ക റൂട്ട്സ് നടപ്പാക്കാനിരിക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ കേരളത്തിൽ തിരിച്ചെത്തി സ്ഥിര താമസമാക്കിയ പ്രവാസികളെയും ഉൾപ്പെടുത്തണമെന്ന് പ്രവാസി ലീഗൽ സെൽ. നിലവിൽ വിദേശത്ത് കഴിയുന്നവർക്ക് ലഭ്യമാക്കാൻ പോകുന്ന അതേ ആനുകൂല്യങ്ങളോടെയും നിബന്ധനകളോടെയും പദ്ധതിയിൽ ചേരാൻ മുൻ പ്രവാസികൾക്കും അനുമതി നൽകണമെന്ന് ലീഗൽ സെൽ നോർക്ക റൂട്ട്സിനോടും കേരള സർക്കാരിനോടും ആവശ്യപ്പെട്ടു. ഭക്ഷ്യ നിയമലംഘനങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തിറക്കി സൗദി അറേബ്യ. ലംഘനങ്ങൾക്ക് 100 റിയാൽ മുതൽ 50,000 റിയാൽ വരെയുള്ള പിഴയായിരിക്കും ലഭിക്കുക. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. മുനിസിപ്പാലിറ്റി, ഹൗസിംഗ് മന്ത്രാലയം, സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി തുടങ്ങിയവയാണ് ഭക്ഷ്യ നിയമലംഘനങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തിറക്കിയത്. സ്ഥാപനത്തിന്റെ വലിപ്പം, സാമ്പത്തിക പ്രവർത്തനത്തിന്റെ രീതി എന്നിവ അനുസരിച്ചാണ് നിയമലംഘനങ്ങൾ വർഗീകരിച്ചിട്ടുള്ളത്. ചെറിയ ലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും തിരുത്താനുള്ള സമയവും അനുവദിക്കും. ഗുരുതര ലംഘനങ്ങൾക്കായിരിക്കും നേരിട്ട് പിഴ ചുമത്തുക. 100 റിയാൽ മുതൽ 50,000 റിയാൽ വരെയുള്ള പിഴയായിരിക്കും ലഭിക്കുക. ഭക്ഷണ വിതരണം, ജീവനക്കാർ, ട്രാക്കിംഗ്, ഭക്ഷ്യവിഷബാധ, മെനുവിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ തുടങ്ങിയ മേഖലകൾ പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങൾക്കും പുതുക്കിയ പട്ടിക ബാധകമാകും. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, ഭക്ഷ്യനിയന്ത്രണ സംവിധാനം വികസിപ്പിക്കുക, സ്ഥാപനങ്ങളിലെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് സമ്മേളനത്തിന്റെ പുതിയ എഡിഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഥിയായി പങ്കെടുത്തേക്കും. ഒക്ടോബറിൽ 3 ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ലോകത്തെ നിക്ഷേപകരും ശാസ്ത്രജ്ഞരും രാഷ്ട്ര നേതാക്കളും ഒരുമിച്ചെത്തും. സൗദി രാജാവിന്റെ മേൽനോട്ടത്തിലുള്ള സമ്മേളനത്തിൽ മീഡിയ 1 ഭാഗമാകും. ഒക്ടോബർ 27 മുതൽ 30 വരെയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്. സമ്മേളനത്തിന്റെ 9ാം എഡിഷനാണിത്. റിയാദ് റിറ്റ്സ് കാൾട്ടണിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററാണ് വേദി. AI, പുതിയ സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര വികസനം, നയരൂപീകരണം, നിക്ഷേപങ്ങൾ എന്നീ മേഖലകളിൽ ഊന്നിയാണ് ചർച്ചകൾ ഉണ്ടാവുക. വിവിധ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഇവിടെ എത്തും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചകോടിയിൽ എത്തുമെന്നാണ് വിവരം. നേരിട്ടാണോ ഓൺലൈനാണോ എന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. 2019 പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. സൗദി കിരീടാവകാശി ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കാറുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് സൗദിയിലെ ഏറ്റവും വലിയ പ്രീമിയം നിക്ഷേപ സമ്മേളനം കൂടിയാണ്. ഉച്ചകോടിയുടെ 3ാം ദിനമായ ഒക്ടോബർ 30 ഇൻവെസ്റ്റ്മെന്റ് ഡേ ആയിരിക്കും. വിവിധ കരാറുകളെന്ന് രാഷ്ട്രങ്ങളുമായും കമ്പനികളുമായും ഒപ്പുവെക്കും. 7500-ലേറെ പേർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ 600-ലധികം പ്രഭാഷകരും 250 ചർച്ചാ സെഷനുകളും ഉണ്ടായിരിക്കും. കഴിഞ്ഞ 3 തവണയായി ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയായിരുന്ന മീഡിയ വൺ ഇത്തവണയും ഉണ്ടാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. സൗദിയിലെ മക്ക മദീന മേഖലയിലെ സ്കൂളുകൾ തുറന്നു. വേനൽ അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ തുറന്നത്. സൗദി സ്കൂളുകൾക്ക് പുറമെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇന്ന് ക്ലാസുകൾ ആരംഭിച്ചു. 2 മാസത്തിലേറെയായി നീണ്ട വേനലവധിയാണ് ഇന്ന് അവസാനിച്ചത്. മക്ക, മദീന, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് ഇന്ന് തുറന്നത്. റിയാദ് ഉൾപ്പെടെ സൗദിയിലെ 11 മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വാരം തുറന്നിരുന്നു. വിദ്യാർത്ഥികളെ മധുരവും സമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. ജിദ്ദയിലെ 2300 സ്കൂളുകളിൽ 7 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളും മക്കയിൽ 5 ലക്ഷം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. തായിഫിലെ 2,70,000 വിദ്യാർത്ഥികളും ഇന്ന് സ്കൂളിലെത്തി. 14 ലക്ഷം വിദ്യാർത്ഥികളാണ് മക്ക മേഖലയിൽ പഠിക്കുന്നത്. സ്കൂളുകൾ രാവിലെ 6:45 അസംബ്ലിയോടെ ആരംഭിച്ചു. 7 മണിക്കാണ് ക്ലാസുകൾ തുടങ്ങിയത്. റിയാദ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ തുറക്കാതിരുന്ന ഇന്റർനാഷണൽ സ്കൂളുകളും ഇന്ന് തുറന്നു. ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂളുകൾക്ക് സമീപം പ്രത്യേക വാഹന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ വൺ, ജിദ്ദ. 2 മാസം നീണ്ട വേനൽ അവധിക്ക് ശേഷം ഖത്തറിൽ സ്കൂളുകൾ തുറന്നു. 3.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് വീണ്ടും ക്ലാസ് മുറികളിലെത്തിയത്. വിദ്യാലയങ്ങൾ ആഘോഷപൂർവ്വം കുട്ടികളെ വരവേറ്റു. സ്കൂളുകളും കിൻഡർ ഗാർട്ടനുകളും ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിലേക്ക് 3.65 ലക്ഷം വിദ്യാർത്ഥികളാണ് തിരികെ എത്തിയത്. ഗവൺമെന്റ് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായിരുന്നു ഇന്ന്. എന്നാൽ ഇന്ത്യൻ സ്കൂളുകൾ ഇടക്കാല അവധി കഴിഞ്ഞ് 2ാം പാദത്തിലേക്ക് പ്രവേശിച്ചു. ആഘോഷങ്ങൾക്ക് പകിട്ടൊട്ടും കുറയാതെയാണ് സ്കൂൾ അധികൃതർ കുട്ടികളെ സ്വീകരിച്ചത്. സമ്മാനങ്ങളും മധുരവും വിവിധ ഇനം കളികളുമായി അധ്യാപകരും സ്കൂൾ ജീവനക്കാരും വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ആഴ്ചകളോളം നീണ്ട ആസൂത്രണവും തയ്യാറെടുപ്പും നടത്തിയിരുന്നു. അധ്യാപകർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു. കഴിഞ്ഞ 24-ന് തന്നെ അധ്യാപകർ സ്കൂളിലെത്തിയിരുന്നു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ലൈസൻസ് ഉടമകൾ തുടങ്ങിയവരെയെല്ലാം വിദ്യാഭ്യാസ മന്ത്രാലയം അഭിനന്ദിച്ചു. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സെപ്റ്റംബർ പിറന്നതോടെ വരും ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞു തുടങ്ങുമെന്ന ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ. മീഡിയ വൺ, ദോഹ. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത് കർശന കുറ്റമെന്ന് മുന്നറിയിപ്പ്. ഇത്തരം കുറ്റങ്ങൾക്ക് ജയിൽ ശിക്ഷയും വൻ പിഴയും ലഭിക്കുമെന്ന് നിയമവിദഗ്ധർ വിശദീകരിച്ചു. ധാതുക്കളും പുരാവസ്തുക്കളും രാജ്യത്തിന്റേതാണെന്നും അനുമതിയില്ലാത്ത ഖനനം പൈതൃകത്തെയും പരിസ്ഥിതിയെയും ബാധിക്കുമെന്നും 1960 മുതൽ പുരാവസ്തു സംരക്ഷണ നിയമം പ്രാബല്യത്തിലുണ്ടെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കി. കുവൈറ്റിൽ പകൽ സമയത്തെ തൊഴിൽ നിയന്ത്രണം അവസാനിച്ചു. ഇന്ന് മുതൽ തൊഴിലാളികൾക്ക് സാധാരണ സമയക്രമത്തിൽ ജോലി ചെയ്യാം. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ പുറം ജോലികൾക്ക് വിലക്കുണ്ടായിരുന്നത് തീവ്ര ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനായിരുന്നു നടപടി. നിയമം നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ ഹോം ഡെലിവറി, നിർമ്മാണ മേഖലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ പരിശോധനയും നടത്തിയിരുന്നു. സലാല ഖരീഫ് സീസൺ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇക്കുറി നിരവധി വിനോദസഞ്ചാരികളാണ് മഴക്കാലം ആസ്വദിക്കാൻ സലാലയിലെത്തിയത്. മഴ കൂടി കനത്തതോടെ വെള്ളച്ചാട്ടങ്ങളും സജീവമായി. കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയോടുകൂടി സലാലയിലെ വെള്ളച്ചാട്ടങ്ങളും സജീവമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഐൻ അസൂമിലാണ്. ഇവിടെ വളരെ സജീവമായ വെള്ളച്ചാട്ടമാണ് ദൃശ്യം കാണുന്നത്. അതുപോലെ സമീപമുള്ള ഐൻ തബർക്ക്, ഐൻ ഹൂത്ത, അതുപോലെ എല്ലാ ഐനുകളും വളരെ സജീവമായിട്ടുണ്ട്. ഈ ഐനുകളിലെല്ലാം സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ്. അസ്ഥിര കാലാവസ്ഥ കാരണം വെള്ളച്ചാട്ടങ്ങൾ ആരംഭിക്കാൻ കുറച്ച് വൈകിയെങ്കിലും സലാല ഇപ്പോൾ അതിന്റെ ഫുൾ സ്വിംഗിലാണെന്ന് പറയാം. തീർച്ചയായിട്ടും ഈ വർഷം മറ്റുള്ള വർഷങ്ങളെക്കാൾ
ജനങ്ങൾ കൂടുതലാണ്, കുറവില്ല. പക്ഷെ എന്നാലും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ദിവസം മഴ ഒരു ശകലം കുറഞ്ഞിരുന്നു. അതിന്റെ കൂടി കൂട്ടിയിട്ട് വരും ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. പിന്നെ പല ഉറവകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രാവശ്യം ആദ്യമേ ഉണ്ടായില്ല. ഇടഭാഗം കൊണ്ട് അത് എല്ലാം സജീവമായിരുന്നു. സലാലയെ അതിന്റെ മുഴുവൻ ഭംഗിയോടും കൂടി ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ വരേണ്ട സമയം ഇതാണ്. തെങ്ങിൻ തോട്ടങ്ങളും മഴയും കോടമഞ്ഞും പച്ചപിരിച്ച മലനിരകളും വെള്ളച്ചാട്ടങ്ങളും പൂക്കൾ നിറഞ്ഞ ചെടികളും വാദി ദർബാത്തിലെ അതിമനോഹര കാഴ്ചകളും എല്ലാം കൊണ്ടും വമ്പൻ വൈബിലാണ് ഇപ്പോൾ സലാലയിൽ ഞാനിപ്പോൾ 3-ാമത്തെ തവണയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്, കാണണമെന്ന് ഒരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ പറയില്ലേ, നമ്മൾ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും അതിമനോഹരം. അതാണ് സലാല. അടിപൊളി. സെപ്റ്റംബർ 21 വരെയാണ് ഖരീഫ് കാലം ഉണ്ടാവുക. പിന്നെ വസന്തകാലം ആരംഭിക്കും, പൂക്കലിന്റെയും പുഷ്പിക്കലിന്റെയും കാലം. ഈ സീസണിൽ 8 ലക്ഷം സഞ്ചാരികൾ ഇതിനകം എത്തിക്കഴിഞ്ഞു. സലാലയെ അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആസ്വദിക്കാൻ ഈ വരുന്ന ഓണം നബിദിന അവധിക്ക് കൂടുതൽ പേർ ഇനിയും എത്തുമെന്നാണ് കരുതുന്നത്. ഖരീഫ് സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ സലാഹുദ്ദീൻ, മീഡിയ 1, സലാല. ദുബായിൽ വൻ ലഹരി മരുന്ന് വേട്ട. വസ്ത്രങ്ങളുടെ ബട്ടണിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 89,760 കാപ്റ്റഗൺ ഗുളികകൾ പോലീസ് പിടിച്ചെടുത്തു. 44 ലക്ഷം ദിർഹത്തിലേറെ വില വരുന്ന ലഹരി മരുന്നാണ് പോലീസ് പിടികൂടിയത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. സൗദിയിലെ ലഹരി വിരുദ്ധ ജനറൽ ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെ നടന്ന ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത്. പിടിയിലായ 2 പേർ അറബ് പൗരന്മാരാണ്. വസ്ത്രങ്ങൾ എന്ന വ്യാജേന മറ്റൊരു രാജ്യത്തേക്ക് ലഹരി മരുന്ന് കടത്താനായിരുന്നു ഇവരുടെ നീക്കം. വസ്ത്രങ്ങളുടെ ബട്ടണിൽ അതിവിദഗ്ധമായാണ് ഇവർ ഗുളികകൾ ഒളിപ്പിച്ചിരുന്നത്. കുവൈറ്റിലെ മുട്ല നഗരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വാട്ടർ ടവറിലുണ്ടായ തീപിടുത്തം അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. മുട്ല, ജഹ്റ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനെത്തിയത്. സമയോചിതമായ ഇടപെടലിലൂടെ തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നത് തടയാൻ കഴിഞ്ഞു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യ ഖത്തർ സംയുക്ത നിക്ഷേപ സംഘം. ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. ഗവൺമെന്റ്, സ്വകാര്യ മേഖലയിലെ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുത്തു. ഖത്തർ വിദേശ വ്യാപാര വാണിജ്യ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയീദിന്റെ നേതൃത്വത്തിലാണ് ഉന്നതതല സംഘം ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യൻ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൌധരി, ഇന്ത്യൻ ഇൻഡസ്ട്രി കോൺഫെഡറേഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് മേമാനി തുടങ്ങിയവരുമായി സംഘം ചർച്ച നടത്തി. ഗതാഗതം, ലോജിസ്റ്റിക്സ്, ധനനിക്ഷേപ പദ്ധതികൾ, ഭക്ഷ്യസുരക്ഷ, കൃഷി തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയായി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രാദേശിക സഹകരണവും സാമ്പത്തിക വ്യാപാര നിക്ഷേപ ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് ഖത്തർ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യയും ഖത്തറും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമം നടക്കുന്നതായി പീയൂഷ് ഗോയൽ വെളിപ്പെടുത്തി. ഖത്തറിന് പുറമെ സൗദിയുമായും കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒമാനുമായി വൈകാതെ ഉടമ്പടി ഒപ്പുവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. GCC രാഷ്ട്രങ്ങളിൽ നിലവിൽ UAE-യുമായി ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. 2022 മെയ്യിലാണ് കരാർ യാഥാർത്ഥ്യമായത്. മീഡിയ 1, ദോഹ. കുവൈറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ശിക്ഷയായി കമ്മ്യൂണിറ്റി സർവീസ് നടപ്പിലാക്കുന്നു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. തീരുമാനം അടുത്ത മാസം മുതൽ നടപ്പിൽ വരും. ജയിൽ ശിക്ഷയ്ക്ക് പകരം ബോധവൽക്കരണ പരിപാടികളിലും സ്കൂൾ, ആശുപത്രി പ്രവർത്തനങ്ങളിലും, വൃക്ഷത്തൈനടിയിൽ, ബീച്ച് ശുചീകരണം പോലെയുള്ള കമ്മ്യൂണിറ്റി സർവീസുകളിലും നിയമലംഘകരെ നിയോഗിക്കാമെന്നതാണ് വ്യവസ്ഥ. നിയമലംഘകൻ നിർദ്ദിഷ്ട സേവനം പൂർത്തിയാക്കാതെ വന്നാൽ യഥാർത്ഥ ശിക്ഷ നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജയിൽ ആശ്രയം കുറയ്ക്കുകയും നിയമലംഘകരെ പുനരധിവസിപ്പിച്ച് സുരക്ഷിതമായ റോഡ് പെരുമാറ്റം ഉറപ്പാക്കുകയുമാണ് നടപടിയുടെ ലക്ഷ്യം. സൗദിയിൽ KMCC മുസാഫ്മിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതി ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ഇബ്രാഹിം വാഴമ്പുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷുഹൈബ് പനങ്ങാങ്ങര ഉദ്ഘാടകനായി. സത്താർ താമരത്ത്, സുബൈർ, ഷാഹുൽ കുറ്റാളൂർ, അഡ്വക്കേറ്റ് അനീർ ബാബു, സിറാജ് മേടപ്പൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.
വ്യാജ സർവകലാശാല ബിരുദം ഉപയോഗിച്ച് 13 വർഷം ബഹ്റൈനിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്ത ഏഷ്യക്കാരന് 10 വർഷം തടവ് ശിക്ഷ. ഹൈ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പരിശോധിക്കുന്നതിനായി അതോറിറ്റി വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ബിരുദ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള സർവകലാശാല അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതി വ്യാജ ബിരുദം ഉപയോഗിച്ച് 2010 ജോലിയിൽ പ്രവേശിക്കുകയും വർഷങ്ങളോളം കരാർ പുതുക്കി ജോലിയിൽ തുടരുകയും ചെയ്തു. ഖത്തർ സിവിൽ ഡിഫൻസ് പ്രതിനിധി സംഘം കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരുവിഭാഗവും തമ്മിലുള്ള വൈദഗ്ധ്യ കൈമാറ്റം, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തൽ എന്നിവയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വിവിധ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി, പരിപാലനം, നിർമ്മാണം എന്നിവയെക്കുറിച്ച് കുവൈറ്റ് ഫയർഫോഴ്സ് സന്ദർശനത്തിനിടെ വിശദീകരിച്ചു. സുരക്ഷാ രംഗത്തെ സഹകരണം വികസിപ്പിക്കാനായി കൂടുതൽ ചർച്ചകളും നടന്നു. തൃശൂർ മാള മാരേക്കാട് സ്വദേശി അബുദാബിയിൽ അന്തരിച്ചു. സിമൻസ് ജീവനക്കാരൻ അസ്ലമാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ കൂടംപുള്ളിയിൽ അബ്ദുറഹിമാൻ മാസ്റ്ററുടെയും കുഞ്ഞു ബിവാത്തു ടീച്ചറുടെയും മകനാണ്. വോയിസ് ഓഫ് ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മനാമയിലെ അൽ ഹിലാൽ മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസി ലീഗൽ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് മുഖ്യാതിഥിയായി. സനോജ് വയനാട്, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സൗദിയിൽ ഓണം സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കി ലുലു. ആഘോഷങ്ങളുടെ ഭാഗമായി ജൈവ പച്ചക്കറികളുടെ ഓണച്ചന്ത, പായസമേള, ഓണസദ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഓണം ഷോപ്പിംഗ് ഒരു കുടക്കീഴിൽ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ. സൗദി പ്രവാസികളുടെ ഓണാഘോഷത്തിന് നിറം പകരുകയാണ് ലുലു. ഓണം സ്പെഷ്യൽ ഓഫറുകൾ, ജൈവ പച്ചക്കറി ചന്ത, പായസ പെരുമഴ, ഓണസദ്യ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം ഇവിടെയാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓഫറുകൾ. കടൽ കടന്നെത്തുന്ന തനിനാടൻ പച്ചക്കറികൾ, പഴങ്ങളടക്കം കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, 25ലധികം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ നാടൻ ഓണസദ്യ, 30ൽ പരം പായസ വൈവിധ്യങ്ങൾ, ഹെൽത്തി ചോയ്സ് സ്പെഷ്യൽ പായസങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ആകർഷണങ്ങൾ. ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയോ ഓൺലൈനായോ ഓണസദ്യക്ക് ബുക്ക് ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഓണവിഭവങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. ഓഫറുകളും ഓണാഘോഷ പരിപാടികളും സൗദിയിലെ മുഴുവൻ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാകും. മീഡിയ 1, റിയാദ്. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഒക്ടോബർ 10 നടക്കും. ഗുദൈബിയയിലുള്ള സ്വിസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചൊരുക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ക്ലോഡി ജോഷി കൺവീനറായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡിസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സുനിൽ ബാബു, റോയ് സെബാസ്റ്റ്യൻ, ജിഷ്ന രഞ്ജിത്ത്, ലതീഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. സൂപ്പർ ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 റിയാലാണ് വില. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 1.95 റിയാൽ, 2.05 റിയാലാണ് 1 ലിറ്റർ ഡീസലിന്റെ വില. അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായാണ് പ്രതിമാസം അധികൃതർ ഇന്ധനവില പരിഷ്കരിക്കുന്നത്. യുവകലാസാഹിതി ഖത്തർ സംഘടിപ്പിക്കുന്ന ഈണം 2025 പ്രോഗ്രാം പോസ്റ്റർ പ്രസിഡന്റ് ബഷീർ പട്ടാമ്പി ഷാനവാസ് തവയിലിന് നൽകി പ്രകാശനം ചെയ്തു. ഒക്ടോബർ 17-നാണ് പരിപാടി അരങ്ങേറുക. ഷഹീർ, ഷാനു, സിറാജ് തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ അംഗത്വ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു ഖത്തർ നാഷണൽ ലൈബ്രറി. ക്യാമ്പയിനിന്റെ ഭാഗമായി അംഗത്വമെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐപാഡ് സമ്മാനമായി ലഭിക്കും. ഇവർ നിശ്ചിത എണ്ണം പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. 2024-25 വർഷത്തിൽ കൂടുതൽ പുസ്തകമെടുത്തു വായിച്ച 15 പേർക്ക് അടുത്ത മാസം അവസാനം പ്രത്യേക സമ്മാനവും നൽകും. പാലക്കാട് പ്രവാസി അസോസിയേഷനും ബ്ലഡ് ഡോണേഴ്സ് കേരള BDK ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ 60-ലധികം പേർ രക്തം ദാനം ചെയ്തു. പ്രസാദ് പാറപ്പുറത്ത്, രാകേഷ് കൃഷ്ണമൂർത്തി, മണിലാൽ, KT സലീം, റോജി ജോൺ, ജിബിൻ ജോയ് എന്നിവർ നേതൃത്വം നൽകി.